JBL 1500 ഒറിജിനൽ ബാസ് ട്യൂബാണിത്. GTX 1500THI അതാണ് മോഡൽ നമ്പർ. അപ്പോൾ ഇത് നല്ല ലോ ബേസ് കിട്ടും എന്നാണ് അഭിപ്രായം. അപ്പോൾ പഴയ ഒരു അനുഭവം വെച്ചിട്ടും ആ ഒരു ലോ ബേസ് കിട്ടുന്നുണ്ട്. ബസ്സിലും ട്രാവലറിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലോ ബേസ് ഇതിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിന് ആദ്യം കുളിക്കാം, പാക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള പാക്കിംഗ് ആട്ടോ വരണേ. ഇതുണ്ടോ, സോറി, ഓക്കെ. അപ്പോൾ ഇതിന്ന് പുറത്തെടുക്കണം, കുറച്ച് വലിയ പാക്കാണ്. ഇവിടെ മറച്ച് വെച്ചിട്ട് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പം നടക്കുള്ളൂ. അപ്പോൾ ബാക്കല്ല, വാറണ്ടി കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആണ്. പാക്ക് ഇങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്നത്. തെർമാക്കോളിൻ്റെ ഒരു പാക്ക്. ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രൂസ് ഉണ്ട്. ഇതിനുള്ളിൽ സ്ക്രൂസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരു പാക്ക് കാണുന്നത് ഇതിൻ്റെ ഒരു സ്ട്രാപ്പാണ്. നമുക്ക് ഇത് കാറിലോ മറ്റൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കത് സീറ്റിൻ്റെ ബാക്കിൽ അല്ല ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അത് സ്ട്രാപ്പ് ചെയ്ത് വെക്കാം. ഇതാണ് JBL GTX 1500THI. ഈ സൈഡിൽ നമുക്കിതിൻ്റെ പോർട്ട് കാണാം. ഇതിൻ്റെ ബൈൻഡിങ് പോസ്റ്റ് ഏരിയയിലായിട്ട് നല്ല സൂപ്പർ കണക്ഷനാണ്. നമുക്ക് അങ്ങനത്തെ ഈ ഫിറ്റിങ്സ് അത്ര പുറത്തുനിന്ന് കിട്ടാത്തതാണ്. സൈഡിലാണ് നമുക്ക് സബ് ഉള്ളത്. ഇതാ വിത്ത് ഗ്രില്ലാണ് വരുന്നത്. അതുപോലെ ബാസ് ട്യൂബ് മുമ്പ് പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ പോർട്ട് സൈഡിൽ നമുക്കിവിടെ സ്ലിപ്പ് സ്ട്രീം എന്ന് കാണാം. അവരുടെ ഒരു ഡിസൈൻ തന്നെയാണ് ഈ പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും ഫ്ലെയർ ആണ്, ഇവിടേക്കും ഫ്ലെയർ ആണ്. ഇതൊരു ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ബൈൻഡിങ് പോസ്റ്റ് അത്യാവശ്യം നമുക്കിങ്ങനെ ഊരിയിട്ട് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. ഇനി ഊഫർ സൈഡ് നോക്കുകയാണെങ്കിൽ വിത്ത് ഗ്രില്ലാണ്, നല്ല സ്റ്റൈൽ ഗ്രില്ല് തന്നെയാണ് ഇത് കൂടെ കിട്ടിയിട്ടുള്ളത്. ഇത് ഫുൾ ഫിറ്റിങ്സോട് കൂടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറെ എക്സ്ട്രാ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉള്ളിൽ കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യാം. ആൻസിയസ് മ്യൂസിക് ആയിരുന്നു. വേറെ കുറച്ച് 2-3 ടോൺ നേരത്തെ ടെസ്റ്റ് ചെയ്ത് അത് ഫിലിം മ്യൂസിക്കാണ്. അതുകൊണ്ട് ഞാൻ പ്ലാറിന് ചെറിയ ഓഡിയോ കൊടുത്തു. ഓഡിയോ കൊടുക്കുമ്പോൾ അധികം ലൗഡ് വെക്കാൻ പറ്റില്ല. നമ്മൾ ഫോസി ഓഡിയോ ഉണ്ട്. വീട് കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ജനലാകെ മറ്റൊക്കെ അടങ്ങിയിട്ടുള്ള നോയ്സ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ബേസ് ഉണ്ടെന്ന് മാത്രമല്ല, നല്ല ലോ ബേസ്. അതായത് ഇതിൽ നിന്ന് യാതൊരുവിധ നോയ്സും ഇല്ല. കറക്റ്റ് നല്ല പഞ്ചായിട്ട് വരുന്നത്, നല്ല പഞ്ച്, നല്ല സ്മൂത്ത് ഫ്ലോ ആണ്, എയർ ഫ്ലോ വരുന്നത്. ഇവിടുന്ന് ഇവിടെ തലാട്ടോക്കിയത് പോലെ ഒരു ചിലപ്പോൾ മാറി സക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ സാധനം നല്ലൊരു മുതലാണ്. ഒരു 11 റൗണ്ടായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇതിപ്പോൾ എനിക്ക് മാത്രം കിട്ടുന്നതല്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നല്ല ടൈപ്പ് ബാസ് ട്യൂബ് ആണെങ്കിൽ ഇപ്പോൾ വേറെ പല തരത്തിലുള്ള പരീക്ഷ നോക്കണ്ട. നല്ല തരത്തിലുള്ള പഞ്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള റാമ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു ബാസ് ട്യൂബ് വണ്ടികളിലാണെങ്കിൽ കേട്ടോ, പ്രത്യേകിച്ച് വണ്ടി ഇത് വീടാണ്, ഇവിടെ തന്നെയാണ് ഈ ഇമ്പാക്റ്റ് അല്ല വരുന്നത്. ഈ എഫക്റ്റ് ആയിരിക്കില്ല ആ വണ്ടിയിൽ വരുന്നത്, അത് വേറെ ഒരു എഫക്റ്റ് ചെയ്യും. അത് കറക്റ്റായിട്ട് ഉള്ള ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും അത് ആ വണ്ടിക്കകത്ത്. അത് ഇപ്പോൾ ട്രാവലറോ ബസ്സോ കാറോ ഓട്ടോ ഏതായാലും ശരി. അപ്പോൾ ഇത് ഒരു മുതലാണ്. മറ്റേത് ഓർഡിനറി ബാസ് ട്യൂബ് നമ്മളിപ്പോൾ കോപ്പി സാധനമൊക്കെ വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 7 രൂപ 6-8 രൂപേനുള്ളിലൊക്കെ 7 രൂപ സംതിങ്ങിനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടും ഒരു 5 രൂപേൻ്റെ അറൗണ്ട് ഇത്രയും കൂടെ അധികം ചിലവാക്കാൻ പറ്റിയാൽ നല്ല എക്സ്പീരിയൻസ് കിട്ടും,
നല്ല ലോ ബേസ് ആണ്. അപ്പോൾ ഈ അടുത്ത് ചെയ്തതിൽ നല്ലൊരു ലോ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഒരു പ്രോഡക്റ്റാണ് ഹാർമാൻ്റെ നമ്മളെ JBL ഒറിജിനൽ എന്ന് പറയുന്ന ഈ ബാസ് ട്യൂബ് നിർത്തി. നമ്മൾ ഇതുപോലെ JBL ഒറിജിനൽ ഒരു ഓഫർ കാണിച്ചിരുന്നു പണ്ട് വളരെ മുമ്പ്. അത് JBL തന്നെ ബാസ് ട്യൂബ് അല്ല, വേറൊരു മോഡൽ. അത് ഞാൻ അവിടെ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ അതെങ്ങനെ ഉണ്ടെന്ന്. അതും ഇതുപോലെ തന്നെ സൂപ്പർ പഞ്ചാണ്.